ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 2026 ഏപ്രിൽ 12 നാം ദൈവകരുണയുടെ തിരുനാളും ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ തിരുനാളും സംയുക്തമായി ആചരിക്കുകയാണല്ലോ. മാർത്തോമാ ശ്ലീഹ ഈശോയുടെ തിരുമുറിവുകളെ നോക്കി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന അതേ ദിവസം തന്നെയാണ് കർത്താവ് ഈശോ മിശിഹ തൻ്റെ കരുണയുടെ തിരുനാളും ആഘോഷിക്കാൻ ആവശ്യപ്പെടുന്നത്. കരുണയുടെ ഉറവിടമായ അവിടുത്തെ തിരുഹൃദയം സ്ഥിതി ചെയ്യുന്ന ആ പാർശ്വത്തിൽ നമ്മുടെ ശരണത്തിൻ്റെ കൈകൾ വെക്കാം. വിശുദ്ധ ഫൗസ്തീന തൻ്റെ ഡയറിയിൽ 699 ഖണ്ഡികയിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കളും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരങ്ങൾ ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യകാലത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായിരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, കരുണയുടെ തിരുനാളും മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളും സംയുക്തമായി നമുക്ക് ആഘോഷിക്കാം. കരുണയുടെ തിരുനാളിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.